വെൽക്കം മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ദ വേൾഡ് ഓഫ് നമ്പർ. അപ്പോൾ ആസ് യൂഷ്വൽ ആദ്യം തന്നെ കുറേ ഈ കോൺസെപ്റ്റിൻ്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട്സ് കുറച്ച് അധികമായിട്ട് പറയുന്നുണ്ട്. ഈ നമ്പേഴ്സ് എന്ന കോൺസെപ്റ്റ് ഹ്യൂമൻസ് അത് കണ്ടുപിടിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പണ്ട് കാലത്തെ ആൾക്കാർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു കൃഷിയൊക്കെ ചെയ്ത് വേട്ടയാടി അങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ കൃഷി ചെയ്യുന്നവർക്ക് ഇങ്ങനെ കുറേ കാറ്റിൽസ് അതുണ്ട് അല്ലേ, ഈ പശുക്കൾ ആടുകൾ അവരെ മേയ്ക്കാനായിട്ട് ഇങ്ങനെ വിടും. അത് കഴിഞ്ഞ് മേഞ്ഞ് കഴിഞ്ഞിട്ട് ആടും പശുവൊക്കെ തിരിച്ചെത്തും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ആടുകളൊന്നുമല്ല, ഇഷ്ടം പോലെ ആടുകൾ അല്ലെങ്കിൽ ഷീപ്പ് അല്ലെങ്കിൽ പശുക്കൾ. അപ്പോൾ ഇവരൊക്കെ ഈ മേയാൻ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇത്ര അധികം ആടുകൾ തിരിച്ചു വരുമ്പോൾ ആരെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോ, ഇനി ഏതെങ്കിലും ആട് തിരിച്ച് എത്താനുണ്ടോ, ഏതെങ്കിലും ഷീപ്പിനെ വല്ല ചെന്നായി പിടിച്ചുകൊണ്ട് പോയോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യായിരുന്നു ഇവർ? ഇപ്പോൾ പശു ആണെന്നുണ്ടെങ്കിൽ ഒരു പശുവിന് ഒരു കല്ല്, അങ്ങനെ ഒരു സ്ഥലത്ത് ഇതെടുത്ത് വയ്ക്കും. ഒരു പശുവിന് ഒരു കല്ല്, അങ്ങനെ അവർക്ക് എത്ര പശു ഉണ്ടോ അത്രയും കല്ല് അവരൊരു പാത്രത്തിലെടുത്ത് വയ്ക്കും. പാത്രം മീൻസ് എന്തെങ്കിലും ഒരു സാധനത്തിലെടുത്ത് വയ്ക്കും. എന്നിട്ട് ഈ പശു മേയാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ഓരോ കല്ലായിട്ട് മാറ്റി എടുക്കും. അങ്ങനെ മാറ്റി വെച്ച് ലാസ്റ്റ് എല്ലാ പശുവും വന്നു കഴിഞ്ഞിട്ട് പാത്രത്തിൽ നോക്കിയിട്ട് കല്ല് വല്ലതും ഇനി ബാക്കിയുണ്ടോ, കാരണം ഓരോ പശു വരണ അനുസരിച്ച് ആ പാത്രത്തിൽ നിന്ന് കല്ലെടുത്ത് മാറ്റും. അപ്പോൾ ഇനി കല്ല് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി അത്രയും പശുക്കളും കൂടി വരാനുണ്ട്, അവർ മിസ്സിങ് ആണ്. അപ്പോൾ അവരന്വേഷിച്ച് പോവും. ഇനി അതല്ല പാത്രം കാലിയായിട്ടാണ് ഇരിക്കണതെന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനമായി എല്ലാ പശുക്കളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീഡാണ്, ദ ഹ്യൂമൻ നീഡ് ടു കൗണ്ട്. എണ്ണിയേ പറ്റൂ. അവർക്ക് അവരുടെ ഈ പശുക്കളെയും ആടുകളെയും ഇവരിനെയൊക്കെ മേയ്ക്കാൻ വിടുമ്പോൾ അവരൊക്കെ തിരിച്ച് വരണുണ്ടോ എന്നുള്ളത്. കാരണം അതാണ് അവരുടെ തൊഴിൽ, അവർ ജീവിക്കണത് അതുകൊണ്ടുമാണ്. അപ്പോൾ ഈ കൗണ്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നീഡായിപ്പോയി. അങ്ങനെയാണ് എന്തുണ്ടാവണത്? ബർത്ത് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ഈ കാറ്റിൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി സ്റ്റോൺസ് യൂസ് ചെയ്തിരുന്നു. ആ ഒരു സിസ്റ്റത്തിനെ പറഞ്ഞിരുന്ന പേര് 1-to-1 കറസ്പോണ്ടൻസസ്. അതായത് ഒരു പശുവിന് ഒരു കല്ല് അങ്ങനെ വെച്ചിട്ട് ഒരെണ്ണത്തിന് 1 എന്ന് പറഞ്ഞ് അതാണ് ഈ 1-to-1 കറസ്പോണ്ടൻസ്. ഇനി അങ്ങനെയാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മലയാളം നിങ്ങൾക്കറിയോ? എണ്ണൽ സംഖ്യ എന്നാണ്. അതായത് എണ്ണാനുള്ള സംഖ്യ. എണ്ണാൻ എന്ന് വെച്ചാൽ എന്താ മീനിങ്? ടു കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് കുറച്ച് ബോൺസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ബോൺ നോക്കാം, ലെബോംബോ ബോൺ. ഈ ലെബോംബോ ബോൺ എന്ന് പറയുന്നത് ലെബോംബോ മൗണ്ടൻ, സൗത്ത് ആഫ്രിക്കയിലുള്ളൊരു മൗണ്ടനാണ്. അവിടെ നിന്നാണ് ഈ ലെബോംബോ ബോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ബോണിൽ നോക്കിയപ്പോൾ യൂണിഫോംലി സൈസ്ഡ് നോച്ചസ് ഉണ്ടായിരുന്നു. ആ ബോണിൽ ഇങ്ങനെ കറക്റ്റ് യൂണിഫോംലി സൈസ്ഡ്, അതായത് ഒരേ സൈസിലുള്ള ഇങ്ങനെ നോച്ചുകൾ, ചെറിയ ചെറിയ വരകൾ പോലെ ഇട്ടിരുന്നു. അപ്പോൾ അത് വെറും സ്ക്രാച്ചൊന്നുമല്ല, റാൻഡം സ്ക്രാച്ചിങ്ങൊന്നുമല്ല. അതെന്താണെന്നാണ് മാത്തമാറ്റീഷ്യൻസ് ആന്ത്രോപോളജിസ്റ്റൊക്കെ നോക്കിയിട്ട് അവർക്ക് മനസ്സിലായത്. അത് ലൂണാർ ഫേസ് കലണ്ടർ അല്ലെങ്കിൽ അതൊരു മെൻസ്ട്രൽ കലണ്ടർ, ലൂണാർ ഫേസ് കൗണ്ടർ അല്ലെങ്കിൽ മെൻസ്ട്രൽ കലണ്ടർ ആയിരിക്കണം. അപ്പോൾ ആ ഒരു സമയത്തും ആൾക്കാർക്ക് ഈ കൗണ്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. അതിനുള്ളൊരു തെളിവാണ് ലെബോംബോ ബോൺ എന്ന് പറഞ്ഞാൽ. അടുത്ത ബോണാണ് ഇഷാങ്ങോ ബോൺ. ഇഷാങ്ങോ എന്ന് തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. അത് നൈൽ റിവറിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ബോൺ കിട്ടിയത്. ഈ ബോണിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഈ ടാലി മാർക്ക് പോലെ കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ വരകൾ. അപ്പോൾ അതിൽ ഓരോ വരയുടെയും എണ്ണം, വരകളുടെ എണ്ണം, ലൈൻസിൻ്റെ എണ്ണം നോക്കുമ്പോൾ 11, 13, 7, 17, 19 എന്ന നമ്പേഴ്സൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 20. 10നും 20ക്കും ഇടയിൽ വരുന്ന പ്രൈം നമ്പേഴ്സാണ് ഈ ബോണിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ബൈ 2.
2ൻ്റെ മൾട്ടിപ്ലിക്കേഷനും ആ ഒരു ബോണിൽ കാണാൻ പറ്റി. ഇനി നമുക്ക് അടുത്തത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും പറയുന്ന സിവിലൈസേഷൻ ഏതാ? ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിൽ ലോത്തൽ ആൻഡ് ഹാരപ്പ സിവിലൈസേഷനിൽ എന്ത് നടന്നിരുന്നു? അവിടെ അഗ്രികൾച്ചർ മാത്രമൊന്നുമല്ല ആ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നത്. നിങ്ങൾ ഹാരപ്പ സിവിലൈസേഷനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ്, കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷനാണ്. അവിടെ ട്രേഡിംഗ് ഒക്കെ നടന്നിരുന്നു, അവിടെ ബിസിനസ്സൊക്കെ നടന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് യൂസ് ചെയ്തിരുന്നു. അന്നത്തെ കാലത്തും ഇങ്ങനെ ഈ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വെയ്റ്റ്സും മെഷേഴ്സൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇനി വേദിക് ടൈംസിൽ, വേദാസിലൊക്കെ ഈ ലാർജ് നമ്പേഴ്സ് ഭയങ്കര ഇതായിട്ട് ഫാസിനേറ്റഡ് ആയിട്ട് തോന്നിയിരുന്നു അന്ന്. ആ ഒരു സമയത്തൊക്കെ വേദാസിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിലോസഫേഴ്സിനൊക്കെ ഭയങ്കര എന്താണ്, ഇത്ര വലിയ വലിയ നമ്പറിനോട് ഒരു ഫാസിനേറ്റഡായി പോയിട്ടുണ്ട്. ഇനി ഈ വലിയ, അതായത് പവേഴ്സ് ഓഫ് 10ൻ്റെ പവറിന് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 10^2, അതായത് 10 സ്ക്വയറിന് ഒരു പേര്, 10 ക്യൂബിന് ഒരു പേര്, 10^4 ഒരു പേര്, അങ്ങനെ അപ് ടു 10^12 വരെ ഈ വേദാസിൽ നെയിംസ് വർ ഗിവൺ. മനസ്സിലായോ? അപ്പോൾ ഈ പവേഴ്സ് ഓഫ് 10ന് പേരുകൾ, നെയിംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ് ടു 10^12. ഇനി ബുദ്ധ ആണെങ്കിൽ 10^53 വരെ നെയിംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10^53 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയൊരു നമ്പറാണെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അത്രയും വരെയുള്ള നമ്പേഴ്സിന് നെയിംസ് കൊടുത്തിരുന്നു. ഇനി ഋഗ്വേദയിലാണെങ്കിൽ നമ്പർ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ പവർ ഓഫ് 10 ഫോളോ ചെയ്തിരുന്നു എല്ലാത്തിലും. അതായത് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഇൻഡസ് വാലിയിൽ വെയ്റ്റ്സും മെഷേഴ്സും യൂസ് ചെയ്തിരുന്നു. ബാക്കിയെല്ലാം എന്തായിരുന്നു, പവേഴ്സ് ഓഫ് 10 വെച്ചിട്ടുള്ള ഇത് തന്നെയാണ് ഇതിൽ പറയണത്. ഇനി അപ്പോൾ നമ്മളിവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തത്, നിങ്ങളുടെ കയ്യിലൊരു 5 ആപ്പിൾസ് ഉണ്ട്, എന്നിട്ട് ആ 5 ആപ്പിളും നിങ്ങളൊരാൾക്ക് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ആപ്പിളുണ്ട്? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ ഒരു ഇതിനെ എന്തെന്ന് വിളിക്കും? എന്താണ്? ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അതാണ് എന്ത്, ദ കോൺസെപ്റ്റ് ഓഫ് നത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഓഫ് നത്തിങ് എന്ന് പറയുന്നത് ഈ സിവിലൈസേഷൻ, ബാബിലോണിയൻസ്, മായൻസ്, ഇവരൊക്കെ ഈ എന്താ പറയുക, ഈ നത്തിങ്നെസ് എന്ന് പറയുന്നതിന് അവർ അവിടെ ഒരു പ്ലേസ് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഹൈഫൺ പോലെ വരച്ചിടും. അപ്പോൾ അവിടെ ഒന്നുമില്ല, അവരെന്തെങ്കിലും ഒരു കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാണെങ്കിൽ, നത്തിങ്നെസ് വരാണെങ്കിൽ അവരവിടെ ഇങ്ങനെ ഒരു സ്പേസ് അങ്ങോട്ട് വിടും. ഇനി ഇത് ശരിക്കും ഒരു നമ്പറായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നില്ല ആ ഒരു സമയത്ത്. അത് ശരിക്കും നമ്പറായിട്ട് ട്രീറ്റ് ചെയ്തത് ആരാണ്? നമ്മൾ ഇന്ത്യക്കാരെ ബ്രഹ്മഗുപ്തയാണ് ഈ സീറോ എന്ന കോൺസെപ്റ്റ് ഓഫ് സീറോനെസ്, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം, നത്തിങ്നെസ്. അതിൻ്റെ പേരാണ് ശൂന്യത. ശൂന്യത എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് മലയാളത്തിലും പറയും, ഹിന്ദിയിലും പറയും ശൂന്യത മീൻസ് എന്താ? നത്തിങ്നെസ്, ഒന്നുമില്ലാത്ത അവസ്ഥ. അതാണ് ശൂന്യത. അവിടെ നിന്നാണ് എന്ത് വരണത്? ശൂന്യ എന്ന് വെച്ചാൽ എന്താ? സീറോ. അങ്ങനെയാണ് ഈ ഒരു കാര്യത്തിന്, ഈ ഒരു നത്തിങ്നെസ് എന്നൊരു കോൺസെപ്റ്റിന് എന്താക്കി മാറ്റണത്? നമ്പറാക്കണത്. ഇതും ഒരു നമ്പറാണ്. ഇതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടുപിടിച്ച ആളാരാണ്? ബ്രഹ്മഗുപ്ത. അപ്പോൾ ശൂന്യത എന്താണെന്നറിയാലോ? ശൂന്യത, ആ ഒരു ശൂന്യത എന്നൊരു സ്റ്റേറ്റ് ഓഫ് നത്തിങ്നെസ്, അതും എന്താണ്? ഒരു നമ്പറാണ്. അത് സീറോ എന്ന നമ്പറായിട്ട് ബ്രഹ്മഗുപ്തയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ബ്രഹ്മഗുപ്ത ഉപയോഗിച്ചിരുന്നത് ഡോട്ടായിരുന്നു സീറോക്ക്. ബ്രഹ്മഗുപ്തയല്ല, ബക്ഷാലി മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിൽ ഈ ഡോട്ടിന്, സീറോയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ഡോട്ടുകളായിരുന്നു. പിന്നെ ബ്രഹ്മഗുപ്തൻ്റെ റൂൾസ് ഫോർ സീറോസ് ഉണ്ട്. സീറോ എന്ന ആ ഒരു നമ്പറിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത്. സീറോ എന്ന നമ്പർ എന്താണ്? വെൻ എ നമ്പർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ സെയിം നമ്പർ ഇറ്റ് സെൽഫ്, എന്താ കിട്ടും നമുക്ക്?
ശൂന്യത കിട്ടും, ശൂന്യ കിട്ടും, അല്ല 0 കിട്ടും. അപ്പോൾ ഒരു നമ്പർ ആ നമ്പറിൽ നിന്ന് തന്നെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു സാധനമാണ് ശൂന്യ, മീൻസ് എന്താ 0. ഇനി ഇതിൻ്റെ കുറച്ച് റൂൾസ്, ഇതൊക്കെ നിങ്ങൾ കുഞ്ഞ് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒരു നമ്പറിൽ നിന്ന് 0 സബ്ട്രാക്റ്റ് ചെയ്ത ആ നമ്പർ തന്നെ, ഒരു നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്താലും ആ നമ്പർ തന്നെ, ഒരു നമ്പറിൽ നിന്ന് ആ നമ്പർ തന്നെ സബ്ട്രാക്റ്റ് ചെയ്താൽ 0 കിട്ടും. മനസ്സിലായല്ലോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 1 2 3 4 എറ്റ്സെട്ര. അടുത്ത സെറ്റ് കിട്ടി, എന്ത് വന്നു? ഹോൾ നമ്പേഴ്സ്. അതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയണില്ല, പക്ഷെ ഇതാണ് സംഭവം. അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് ഏതാ? 0 1 2 3. അതിനൊരു പുതിയ ഗ്രൂപ്പ് വന്നു, അതാണ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ശൂന്യതൊക്കെ മനസ്സിലായില്ല. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കോ എക്സാമിന്, അതൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മോഡലൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ടെക്സ്റ്റിൽ ഇതൊക്കെ നല്ല വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഇരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി അറിയണത് നല്ല കാര്യം. ഈ ഒരു ലൈൻ നോക്കി നോക്കിയേ. ദ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഓഫ് എംപ്റ്റിനെസ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ ടു ദ മാത്തമാറ്റിക്കൽ 0. അല്ലേ? ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റാണ്, ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒരു നത്തിങ്നെസ്. അതിനെ എന്ത് ചെയ്തു? അതിനൊരു മാത്തമാറ്റിക്കലി എന്താക്കി? ഒരു 0 എന്ന ഫോമിലേക്ക് ആക്കി. ഇനി ഇവിടെ ബക്ഷാലി മാനുസ്ക്രിപ്റ്റ്, അതിൽ ഡോട്ട്സ് ആണ് ഉപയോഗിച്ചിരുന്നത്, ബോൾഡ് ഡോട്ട്സ്. അതിൻ്റെ ഹിന്ദി പേരാണ് ബിന്ദു. ഇനി ബ്രഹ്മഗുപ്തയുടെ ബുക്ക് ഉണ്ട്, ഒരു ബുക്ക്, അതിൻ്റെ പേര് ബ്രഹ്മസ്ഫുട സിദ്ധാന്ത. അതിൽ കറക്റ്റ് പറയുന്നുണ്ട് എന്താണ്? 0 ആസ് ദ റിസൾട്ട് ഓഫ് സബ്ട്രാക്റ്റിംഗ് എ നമ്പർ ഫ്രം ഇറ്റ് സെൽഫ്. ഒരു നമ്പർ ആ നമ്പറിൽ നിന്ന് തന്നെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ് എന്ത്? 0 എന്ന് പറയുന്നത്. ഇനി അതിന് കുറച്ച് ഫണ്ടമെൻ്റൽ ലോസ് വെച്ചിട്ടുണ്ട് ശൂന്യക്ക്, അതായത് 0ക്ക്. അങ്ങനെ നമ്മൾ ശൂന്യത, 0 വരെ എത്തി. അതായത് നാച്ചുറൽ നമ്പറിൽ നിന്ന് തുടങ്ങി, അത് കഴിഞ്ഞ് അടുത്തൊരു കോൺസെപ്റ്റ് എന്തായിരുന്നു? 0 എന്നൊരു നമ്പറും കൂടി അതിൽ ആഡായി. ഇനി അടുത്തത് ഇൻറ്റിജേഴ്സ് എക്സ്പാൻഡിങ് ദ ഹൊറൈസൺ. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ 0. ഇനി അതൊന്നും കൂടി എന്ത് ചെയ്യാണ്? എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ ബ്രഹ്മഗുപ്ത 0 വെച്ചിട്ട് നിർത്തിയൊന്നുമില്ല. ബ്രഹ്മഗുപ്ത എങ്ങനെ ആലോചിച്ചു? ഇഫ് വി സബ്ട്രാക്റ്റ് എ ലാർജ് നമ്പർ ഫ്രം എ സ്മോളർ വൺ, എന്തായിരിക്കും അതിൻ്റെ ആൻസർ? മനസ്സിലായോ? അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ മൈനസ് ചെയ്താൽ 0 കിട്ടും. പക്ഷേ ഒരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അങ്ങനെയാണ് അവിടെ പുതിയ നമ്പേഴ്സ് വരുന്നത്, അതാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ അവിടെ 2 ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, 2 സ്റ്റേറ്റ് വന്നു. അതാണ് എന്ത്? ഫോർച്യൂൺസ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേര് ധന, ഡെപ്സ് എന്ന് വെച്ചാൽ റിന. അപ്പോൾ ഫോർച്യൂൺസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതെല്ലാം നമുക്ക് അറിയണ കാര്യങ്ങളാണ്. ഇത് നമ്മൾ ചെറിയ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു പുതിയ രീതിയിൽ അവതരിപ്പിക്കണത്, കുറച്ചും കൂടി ഇന്ത്യനാക്കി, കുറച്ചും കൂടി ഹിസ്റ്റോറിക്, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു ഇതിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫോർച്യൂൺസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. മനസ്സിലായോ? ഇനി അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് റെപ്രസെൻറ്റിങ് വെൽത്ത് ഓർ അസറ്റ്സ്. ഈ ഡെറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? കടം, അല്ലേ? ലോണ്, അതൊക്കെയാണ് ഇതെന്ന് പറയാം. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അത് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് റെപ്രസെൻറ്റിങ് ഡെപ്റ്റ്സ്. ഇനി ബൈ മൂവിങ് ടു ദ ലെഫ്റ്റ് ഓഫ് 0 ഓൺ ദ നമ്പർ, ഈ നമ്പർ ലൈനിലെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ഡെപ്റ്റ്സ് ആയിരിക്കും. റൈറ്റിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ഫോർച്യൂൺസ് ആയിരിക്കും. അതായത് 0 റൈറ്റിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്, 0 ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ്. ഇത്രയും ചെറിയ കാര്യമാണ്. ഇനി ഈ ഒരു ഗ്രൂപ്പിനെ എന്തെന്നാ വിളിക്കുക? ഇൻറ്റിജേഴ്സ്. ഈ ഇൻറ്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യണ ലെറ്റർ സിമ്പൽ Z ആണ്. Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ദ ജർമ്മൻ വേർഡ് സാലൻ, മീനിങ് നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു
സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്താ ഇൻറ്റിജേഴ്സ് എന്നറിയും. അത് സെഡ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യണ സിമ്പൽ. ഇനി ഇൻറ്റിജേഴ്സിൻ്റെ കുറച്ച് ലോസാണ്. എ ഫോർച്യൂൺ പ്ലസ് ഫോർച്യൂൺ ഈസ് എ ഫോർച്യൂൺ. എന്താണ് ഒരു പോസിറ്റീവ് നമ്പർ ഒരു പോസിറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്താൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി എ ഡെപ്റ്റ് പ്ലസ് എ ഡെപ്റ്റ് ഈസ് എ ഡെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നെഗറ്റീവ് നമ്പറും വേറൊരു നെഗറ്റീവ് നമ്പറും കൂടി ആഡ് ചെയ്താൽ ഒരു നെഗറ്റീവ് നമ്പർ തന്നെയാണ് കിട്ടുക. ഇനി എ ഫോർച്യൂൺ മൈനസ് 0 ഈസ് എ ഫോർച്യൂൺ. എ ഡെപ്റ്റ് മൈനസ് 0 ഈസ് എ ഡെപ്റ്റ് അല്ലേ. ഒരു പോസിറ്റീവ് നമ്പറിൽ നിന്ന് 0 കുറച്ചാൽ ആ പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും. ഒരു നെഗറ്റീവ് നമ്പറിൽ നിന്ന് 0 കുറച്ചാൽ ആ നെഗറ്റീവ് നമ്പർ തന്നെയായിരിക്കും ആൻസർ. ദ പ്രൊഡക്റ്റ് ഓഫ് എ ഡെപ്റ്റ് ആൻഡ് എ ഫോർച്യൂൺ ഈസ് എ ഡെപ്റ്റ്. അതായത് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ്, നെഗറ്റീവ് തന്നെയാണ്. ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഡെപ്റ്റ്സ് ഈസ് എ ഫോർച്യൂൺ. 2 നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ്. അതായത് എന്തൊക്കെയാണ് പറഞ്ഞത്, പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് എന്തുതന്നെയാണ് പോസിറ്റീവാണ്. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവിൻ്റെ ആൻസർ നെഗറ്റീവാണ്. പിന്നെന്താ പറഞ്ഞത്, പോസിറ്റീവ് നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പർ തന്നെ കിട്ടും. നെഗറ്റീവ് നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താൽ നെഗറ്റീവ് നമ്പർ തന്നെ കിട്ടും. ഇനി നെഗറ്റീവ് നമ്പർ ഇൻറ്റു നെഗറ്റീവ് നമ്പർ എന്തായിരിക്കും, പോസിറ്റീവ് നമ്പർ ആയിരിക്കും. പോസിറ്റീവ് നമ്പർ ഇൻറ്റു നെഗറ്റീവ് നമ്പർ എപ്പോഴും നെഗറ്റീവ് നമ്പർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ നമ്മൾ എവിടം വരെ എത്തി, ആദ്യം പഠിച്ച് നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെ വന്നു അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ടു കൗണ്ട് ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഹോൾ നമ്പർ സെറ്റ്. ഹോൾ നമ്പറിൽ ആരാ ഉള്ളത്, 0 വന്നു. 0 എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ടു റെപ്രസെൻറ്റ് നത്തിങ്നെസ്, ഒന്നുമില്ലായ്മ അല്ലെങ്കിൽ എംപ്റ്റിനെസ് റെപ്രസെൻ്റ് ചെയ്യാനാണ് 0 ഉപയോഗിച്ചത്. ഇനി അടുത്തത് എന്താണ്, ഇൻറ്റിജേഴ്സ് വന്നു. അതായത് ഒരു സ്മോളർ നമ്പറിൽ നിന്നൊരു ബിഗ്ഗർ നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും. അപ്പോൾ അവിടെ എന്ത് വരും, അവിടെ ഫോർച്യൂണും 2 സ്റ്റേറ്റ് ഓഫ് നമ്പേഴ്സ് വരും. ഒന്ന് ഫോർച്യൂണ്, പിന്നെ എന്താണ് അടുത്തത് ഡെപ്റ്റ്സ്. ഫോർച്യൂൺ എന്ന് പറയുന്നത് പോസിറ്റീവ്, ഇത് എന്താണ് നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പേരാണ് ഇൻറ്റിജേഴ്സ്. ഇത് റെപ്രസെൻ്റ് ചെയ്യണത് Z, ഇത് റെപ്രസെൻ്റ് ചെയ്യണത് N, ഇത് W എന്ന് വെച്ചാൽ എന്താ, 0 1 2 3. ഇനി ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, -2 -1 0 1 2 3. അതായത് പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും 0യും എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഏതിൽ, ഇൻറ്റിജേഴ്സിൽ.